വൃന്ദാവനമെന്ന ശാന്തമായ ഗ്രാമത്തിൽ കൃഷ്ണൻ എന്നൊരു കുഞ്ഞു ബാലൻ താമസിച്ചിരുന്നു. മിന്നുന്ന കണ്ണുകളും മുടിയിൽ മയിൽപ്പീലിയും സൂര്യനെ വരെ ഉരുക്കാൻ കഴിയുന്ന പുഞ്ചിരിയുള്ള കുഞ്ഞു കണ്ണൻ. പക്ഷേ കൃഷ്ണനൊരു രഹസ്യ പ്രണയമുണ്ടായിരുന്നു. മധുര പലഹാരങ്ങളല്ല, കളിപ്പാട്ടങ്ങളുമല്ല, വെണ്ണ. മൃദുവായ വെളുത്ത ക്രീമി പോലെയുള്ള വെണ്ണ. എല്ലാ ദിവസവും ഗ്രാമത്തിലെ അമ്മമാർ അവരുടെ വെണ്ണ മച്ചിൽ തൂങ്ങിക്കിടക്കുന്ന കളിമൺ പാത്രങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കുമായിരുന്നു. ഇത്തവണ കൃഷ്ണൻ അവിടെ എത്തില്ലെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ കൃഷ്ണൻ സാധാരണ ഒരു കുട്ടിയല്ലായിരുന്നു. ഒരു പ്രഭാതത്തിൽ അമ്മ യശോദ മുറ്റം തൂത്തുവാരുകയായിരുന്നു. അവരൊരു ചിരി കേട്ടു. പിന്നെ പ്ലോപ്പ്! കളിമൺ പാത്രങ്ങൾ തറയിൽ വീണു. അവർ ഓടി അകത്തു ചെന്നു. അവിടെ കൃഷ്ണൻ വെണ്ണ പുരണ്ടൊരു കുടം കയ്യിൽ വെച്ചിരിക്കുന്നു. കൂടെ കുരങ്ങന്മാരും. "കൃഷ്ണ, വീണ്ടും നീ!" അമ്മ യശോദ അലറി. കൃഷ്ണൻ നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു. അവന്റെ കവിളിൽ വെണ്ണ പറ്റിയിരിക്കുന്നു. അത് ഞാനല്ല അമ്മേ, ഈ കുരങ്ങുകളാണ് അത് ചെയ്തത്, കൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. കുരങ്ങുകൾ പേടിച്ച് പതുങ്ങി നിന്നു. അമ്മ യശോദ ദേഷ്യം കാണിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് ചിരിച്ചു തള്ളി. മുഴുവൻ ഗ്രാമത്തിനും ഒരു കാര്യം അറിയായിരുന്നു. നിങ്ങളുടെ വെണ്ണ നഷ്ടപ്പെട്ടാൽ ചെറിയ നീല കാൽപ്പാടുകൾ പിന്തുടരുക. പക്ഷികളുമായും പശുക്കളുമായും സുഹൃത്തുക്കളുമായും അത് പങ്കിരുന്ന കൊച്ചു കൃഷ്ണനെ നിങ്ങൾ കണ്ടെത്തും. അവൻ വെറുമൊരു വെണ്ണക്കള്ളനായിരുന്നില്ല, വൃന്ദാവനത്തിൻ്റെ ഹൃദയമായിരുന്നു. സ്നേഹവും ചിരിയും മാന്ത്രികതയും നിറഞ്ഞതായിരുന്നു ആ കുഞ്ഞു കണ്ണൻ. അന്നു മുതൽ അമ്മമാർ അവനെ ശകാരിച്ചില്ല. പകരം അവർ അധികം വെണ്ണ ഉണ്ടാക്കി അവരുടെ പ്രിയപ്പെട്ട കൊച്ചുകള്ളന്